ആനുവൽ റിപ്പോർട്ട് ഓഫ് മത്തിക്കര ഫൊറോന. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഗലാത്യ 6:9. 2/7/2025 ബുധനാഴ്ച. രൂപതയുടെ അറിയിപ്പിനെ തുടർന്ന് ഫൊറോന പള്ളിയായ മത്തിക്കരയിൽ സെൻറ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചും മേരിമാത ചർച്ചും സെൻറ് സെബാസ്റ്റ്യൻ ചർച്ചിലെയും പള്ളികളിലെ പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്നു. അതിൽ പ്രധാന ചർച്ചാവിഷയമായത് പുതിയ ഫൊറോന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ഫൊറോന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇലക്ഷനിൽ പ്രസിഡന്റ് ലിസി ഫ്രാൻസിസ് മത്തിക്കര ചർച്ചും വൈസ് പ്രസിഡന്റ് ടോണിയ വാഗീസ് സെൻറ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചും സെക്രട്ടറി ഡിൻസി SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചും ജോയിൻറ്റ് സെക്രട്ടറിയായി ദീപ്തി ജോയ് മേരിമാത ചർച്ചും ട്രഷററായി റീന ജോണി മത്തിക്കര ചർച്ചും തിരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിൽ മെമ്പേഴ്സ് ഓഫ് ഡയോസിസായി സെലിൻ മരിയ സെൻറ് സെബാസ്റ്റ്യൻ ചർച്ചും ലിസ തോമസ് SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ച് എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇതേ മാസത്തിൽ 12-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സെൻറ് തോമസ് ധർമാരാമിൽ വെച്ച് നടത്തിയ മാണ്ഡ്യ രൂപതയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളും പങ്കെടുത്തു. അതിൽ ഫൊറോനയുടെ പ്രതിനിധിയായി പങ്കെടുത്ത മിസ് ലിസ തോമസ് രൂപത സെക്രട്ടറിയായി തിരഞ്ഞെടുത്ു. ലിസ തോമസ് രൂപത സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിനാൽ ആ സ്ഥാനത്തേക്ക് മിസ് ഷാനി ഇമ്മാനുവലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ മാസത്തിൽ തന്നെ 17-ാം തീയതി ഞായറാഴ്ച ഏകദേശം 3:30 ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച മീറ്റിംഗിൽ പ്രസിഡന്റ് ലിസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ആ മാസത്തിലും പിന്നീട് തുടർന്നു വരുന്ന മാസങ്ങളിലുമുള്ള പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്തു. ഓഗസ്റ്റ് മാസത്തിലെ റിപ്പോർട്ട്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച 3:30 സൂമിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച മീറ്റിംഗിൽ പ്രസിഡന്റ് ലിസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമായും ഈ വർഷത്തെ വാർഷിക പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാന ആശയങ്ങൾ: ഫൊറോനയുടെ കീഴിലുള്ള പള്ളികൾ സന്ദർശിക്കുക, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ ഓൺലൈൻ കൊന്ത എല്ലാ പള്ളികളും ചേർന്ന് ചൊല്ലുക, ഓരോ മാസവും ഓരോ പള്ളികൾ അതിന് നേതൃത്വം നൽകുക, സെപ്റ്റംബർ മാസത്തിൽ അമ്മമാർക്ക് ഒരു ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുക, ഒക്ടോബർ മാസത്തിൽ ഒരു ട്രഡീഷണൽ ഫാഷൻ ഷോ സംഘടിപ്പിക്കുക, കൂടാതെ മാതാവിൻ്റെ സ്റ്റാച്യു 3 പള്ളികളിലേക്കും 10 ദിവസം വീതം മാറി മാറി ഒക്ടോബർ മാസത്തിൽ കൊണ്ടുവയ്ക്കുക, നവംബർ മാസത്തിൽ ഒരു ചാരിറ്റി വിസിറ്റ്. അതിൽ ഓൺലൈൻ ജപമാല ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് നേതൃത്വം നൽകി. കൂടാതെ ആനുവൽ പ്ലാനറിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായി 2 പ്രാവശ്യം ഓൺലൈനിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച 6/9/2025 ഓൺലൈനിൽ ജപമാല ചൊല്ലി. SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചാണ് നേതൃത്വം നൽകിയത്. ക്രൈസ്തവ കുടുംബത്തിൻ്റെ മാതൃക പരിശുദ്ധ അമ്മ എന്ന ടോപ്പിക് കൊടുത്തുകൊണ്ട് എല്ലാ പള്ളികളിലേക്കും ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തു. എസ്സേ എഴുതുവാനായിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ എഴുതിയ എസ്സേകൾ വാല്യുവേഷന് വേണ്ടി ഫൊറോന പള്ളിയിലേക്ക് എത്തിച്ചു തന്നിരുന്നു. ആനുവൽ പ്ലാനറിൽ പറഞ്ഞിരുന്നത് പോലെ മത്തിക്കര പള്ളിയും വിജയനഗർ പള്ളിയിലും ഈ മാസത്തിൽ തന്നെ ഞങ്ങൾ സന്ദർശിച്ചു. പ്രസിഡന്റ് ലിസി ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ മേരിമാത ചർച്ചിൽ വെച്ച് ഒരു ഫൊറോന എക്സിക്യൂട്ടീവ്സിൻ്റെ യോഗം കൂടുകയും ചെയ്തു. ഇതിൽ ഒക്ടോബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ച ഫാഷൻ ഷോയെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. ഫാഷൻ ഷോ ഫൊറോന ചർച്ച് ആയ സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് മത്തിക്കരയിൽ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ കാര്യപരിപാടിക്കുള്ള രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മനുഷ്യകുലത്തിന് മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമായ പരിശുദ്ധ കനികാമരത്തിൻ്റെ മാസമായ ഒക്ടോബർ മാസത്തിൽ ആനുവൽ പ്ലാനറിൽ തീരുമാനിച്ചതുപോലെ മാതാവിൻ്റെ ഒരു രൂപം മേരിമാത ചർച്ചിൽ നിന്നും ഫൊറോനയ്ക്ക് സ്പോൺസർഷിപ്പ് കിട്ടുകയും അതിൻ്റെ ഫലമായി മേരിമാത ചർച്ചിൽ ആദ്യത്തെ 10 ദിവസങ്ങളും SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചിൽ രണ്ടാമത്തെ 10 ദിവസങ്ങളും സെൻറ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ലാസ്റ്റ് 10 ദിവസങ്ങളും മാതാവിനെ അലങ്കരിച്ച് വയ്ക്കുകയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അമല മനോഹരിയായ അമ്മയ്ക്ക് ധാരാളം കൊന്തകൾ ചൊല്ലി സമർപ്പിക്കുകയും ചെയ്തു.
എല്ലാ മാസവും ഓൺലൈനിൽ കൊന്ത ചെല്ലാം എന്ന് തീരുമാനിച്ചിരുന്നതുപോലെ ഈ മാസവും ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 8:30 SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചിലെ അമ്മമാർ നേതൃത്വം നൽകുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിലെ ആനുവൽ പ്ലാനറിലുണ്ടായിരുന്നതുപോലെ പ്രായവ്യത്യാസങ്ങളില്ലാതെ 3 പള്ളിയിലെയും അമ്മമാർക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനായി ഒരു ട്രഡീഷണൽ ഫാഷൻ ഷോ റാഡിയൻ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. 3 പള്ളികളിൽ നിന്നും ഏകദേശം 30ഓളം പേർ പങ്കെടുത്തു. അതിവിജയകരമായിരുന്നു ആ പരിപാടി. എസ്സേ റൈറ്റിങ്ങിൻ്റെയും ട്രഡീഷണൽ ഫാഷൻ ഷോയുടെയും റിസൾട്ട് ആ ദിവസം തന്നെ മത്തിക്കര ഫൊറോന വികാർ ഡയറക്ടറച്ഛനുമായ സെബാസ്റ്റ്യൻ അച്ഛൻ അനൗൺസ് ചെയ്യുകയും ചെയ്തു. സമ്മാന വിതരണങ്ങൾ നടത്തുകയും ചെയ്തു. പങ്കെടുത്ത ഏവർക്കും പ്രോത്സാഹന സമ്മാനവും നൽകിയിരുന്നു. നമ്മെ കാത്തുപരിപാലിച്ചിരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം ആ പരിപാടികളിൽ ഉടനീളവും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ജപമാല സമർപ്പണം ഈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയായ നവംബർ 1-ാം തീയതി കണ്ടക്ട് ചെയ്തു. നവംബർ മാസം മരിച്ചവരെ പ്രത്യേകം ഓർമ്മിക്കുന്ന മാസമായതിനാൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ഒപ്പീസും കുർബാനയും ചെയ്തു. എല്ലാ മരിച്ചവർക്കും വേണ്ടിയാണ് ഇത് ചൊല്ലി സമർപ്പിച്ചത്. ഈ മാസവും പതിവ് പോലെ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അതിൽ പാരിഷുകളിലെ പ്രസിഡന്റുമാരും പങ്കെടുത്തിരുന്നു. ട്രഡീഷൻ ഫാഷൻ ഷോയുടെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്തു. എൻ്റെ വാക്ക് അനുസരിക്കുവിൻ എന്നരുൾ ചെയ്ത ഈശോയെ നമുക്കിവിടെ സ്മരിക്കാം. ഡിസംബർ മാസത്തിലെ റിപ്പോർട്ട്. ഈ മാസവും പതിവ് പോലെ ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു. കൂടാതെ 6-12-25 തീയതി ഓൺലൈനിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മേരിമാത ചർച്ച് ആണ് നേതൃത്വം നൽകിയിരുന്നത്. കൂടാതെ നവംബർ മാസത്തിലെ ഓൺലൈൻ മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നതുപോലെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി 2 വികാരിയച്ചന്മാർ നൽകുകയും ഏതാനും എക്സിക്യൂട്ടീവ് സംഘങ്ങളും നൽകിയിരുന്നു. ഈശോയുടെ തിരുപ്പിറവിയുടെ സന്ദേശം. 2026 ജനുവരി മാസത്തിലെ റിപ്പോർട്ട്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന ഈശോയുടെ തിരുവചനത്തോടുകൂടി ഈ തിരുവർഷം ആരംഭിച്ചു. ജനുവരി മാസത്തിലെ 2-ാം ശനിയാഴ്ച 10/1/26 സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ചർച്ചിൽ ഫാദർ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഇതിൽ ഒരു പ്രാവശ്യം കൂടി ഒക്ടോബർ മാസത്തിൽ നടത്തിയ ട്രഡീഷൻ ഫാഷൻ ഷോയെക്കുറിച്ച് വിലയിരുത്തി. പോസിറ്റീവ് ഇമ്പാക്റ്റുകളും ഡ്രോബാക്കുകളും ഞങ്ങൾ വിശകലനം ചെയ്തു. കൂടാതെ അടുത്ത മാസങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തു. അതിൻ്റെ ഫലമായി അടുത്ത ഏതാനും മാസങ്ങളിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിൽ പ്രധാനമായും ജനുവരി മാസത്തിൽ ഒരു സോളോ സിംഗിങ് കോമ്പറ്റീഷൻ ഇടവക തലത്തിൽ കണ്ടക്ട് ചെയ്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഫൈനൽ കണ്ടക്ട് ചെയ്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് തിരഞ്ഞെടുത്ത് ആനുവൽ മീറ്റിന് സമ്മാനം കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഫെബ്രുവരി മാസത്തിൽ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കാമെന്നും തീരുമാനിച്ചു. ഏപ്രിൽ മാസത്തിൽ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുകയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. മെയ് മാസത്തിൽ മത്തിക്കര ഫൊറോനയുടെ ആനുവൽ മീറ്റ് കണ്ടക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കൂടാതെ ഇടവക തലത്തിൽ നടത്തിയ മത്സരങ്ങളുടെ ഫൈനലുകൾ കണ്ടക്ട് ചെയ്യണം എന്നും ഞങ്ങൾ തീരുമാനിച്ചു. രൂപതയുടെ പ്രോഗ്രാമായ സ്പോർട്സ് ഡേയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഫൊറോനയുടെ അണ്ടറിൽ വരുന്ന മാർച്ച് പാസ്, അതേപോലെ കോമൺ യൂണിഫോം എന്നിവയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്ത് ധാരണയാക്കി. ഫാദർ സെബാസ്റ്റ്യൻ ഫൊറോന വികാരിയുടെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ യോഗം അവസാനിപ്പിച്ചു. കൂടാതെ യോഗത്തിന് ശേഷം ഒരു ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയർ സെലിബ്രേഷനും കൂടി ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. ഈ മാസത്തിൽ സാധാരണ ചെയ്തു വരുന്ന ഓൺലൈൻ ജപമാല മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയിൽ ഉണ്ടായിരുന്നു. മാർച്ച്, ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ട്. നോമ്പിൻ്റെ ആരംഭത്തിനോടനുബന്ധിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓൺലൈനായി കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. അതിന് 3 പള്ളികളും ഡിവൈഡ് ചെയ്ത് സ്ഥലങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അതായത് 3 പള്ളികളും ഒന്നു ചേർന്നാണ് നടത്തിപ്പോന്നിരുന്നത്. കൂടാതെ 3 പള്ളികളിലെയും പ്രതിനിധികൾ 14 സ്ഥലങ്ങൾ റെക്കോർഡ് ചെയ്ത് ഡയറക്ടർ അച്ഛൻ സമാപന പ്രാർത്ഥന ചൊല്ലുകയും പ്രസിഡൻ്റായ ലിസി ഫ്രാൻസിസ്
ആരംഭ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോയായി പ്രസൻറ്റ് ചെയ്തിരുന്നു. നോമ്പുകാല ചിന്തകൾ എന്ന രൂപതയുടെ നോമ്പുകാല വിചിന്തനത്തിൻ്റെ പരിപാടിയിൽ നമ്മുടെ ഫൊറോനയിൽ നിന്നും പ്രതിനിധികൾ സന്ദേശം പങ്കുവച്ചിരുന്നു. വുമൻസ് ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായി ഓൺലൈനിൽ ഒരു മീറ്റിംഗ് ഒന്നുചേരുകയും അതിൽ പ്രസിഡൻ്റായ ലിസി ഫ്രാൻസിസ് ഒരു സന്ദേശം നൽകുകയും പരസ്പരം വിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ മാസത്തിൽ തന്നെ 3 പള്ളികളുടെ വികാരിമാരും പ്രസിഡന്റുമാരും അറിയിച്ചിരുന്നതുപോലെ ഒരു തുടക്കകാല സമാഹരണ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. മെയ് മാസത്തിലെ റിപ്പോർട്ട്. സാധാരണ നടത്താറുള്ള ഓൺലൈൻ ജപമാല മെയ് 2 കണ്ടക്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. മേരിമാത ചർച്ച് വിജയനഗരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. കൂടാതെ മെയ് 9 ഒരു ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു. മെയ് 17 ദാസരഹള്ളി പള്ളിയിൽ വെച്ച് സോളോ സിംഗിങ് കോമ്പറ്റീഷൻ്റെ ഫൈനലും ബൈബിൾ വേഴ്സ് മെമ്മറൈസേഷൻ്റെ ഫൈനൽ എന്നിവ നടത്താൻ തീരുമാനിച്ചു. അന്ന് തന്നെ ഒരു ചാരിറ്റി വിസിറ്റ് നടത്താമെന്നും തീരുമാനിച്ചു. ഓൺലൈൻ മീറ്റിങ്ങിൽ തീരുമാനിച്ചതുപോലെ സോളോ സിംഗിങ് കോമ്പറ്റീഷൻ്റെയും ബൈബിൾ വേഴ്സ് മെമ്മറൈസേഷൻ കോമ്പറ്റീഷൻ്റെയും ഫൈനൽ SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചിൽ വെച്ച് 10:30 ആരംഭിച്ചു. ഫൊറോന ഭാരവാഹികളും ഫാദർ ഷിബു ജോസഫ് വികാർ ഓഫ് SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ച് മാതൃവേദി ഭാരവാഹികളുടെ മേൽത്തോട്ടത്തിൽ അതിമനോഹരമായി നടത്തപ്പെട്ടു. സോളോ സിംഗിങ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് അന്ന് തന്നെ അനൗൺസ് ചെയ്യുകയും ബൈബിൾ വേഴ്സ് മെമ്മറൈസേഷൻ്റെ റിസൾട്ട് ആനുവൽ മീറ്റിൻ്റെ അന്ന് അനൗൺസ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് SS ജോസഫ് ആൻഡ് ക്ലാരറ്റ് ചർച്ചിൽ അറേഞ്ച് ചെയ്തിരുന്ന ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ചാരിറ്റി വിസിറ്റിനായി 2:30 പുറപ്പെടുകയും ചെയ്തു. ലിംഗരാജപുരത്തുള്ള ഹിസ് പാരഡൈസ് ഫോർ ദ ഡിസേർട്ടഡ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫൊറോന എക്സിക്യൂട്ടീവ്സും 3 പള്ളികളിലെ എക്സിക്യൂട്ടീവ്സുകളും കൂടി വിസിറ്റ് ചെയ്തു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. കൂടാതെ എല്ലാ എക്സിക്യൂട്ടീവുകളും പള്ളികളിലെ എക്സിക്യൂട്ടീവുകളും ഒന്നുചേർന്ന് സമാഹരിച്ച ഒരു തുക അവർക്ക് നൽകുകയും ചെയ്തു. മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു പോന്നിരുന്നു. കൂടാതെ മെയ് 23 ആനുവൽ മീറ്റിൻ്റെ ചർച്ചയ്ക്കായി പല പ്രാവശ്യം ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിരുന്നു.